കാണ്ടാമൃഗവും കഴിഞ്ഞാൽ കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ മൃഗമാണ് ഹിപ്പോ എന്ന ഹിപ്പോപ്പൊട്ടാമസ്. പ്രായപൂർത്തിയായ ഒരു ആൺ ഹിപ്പോയുടെ ഭാരം 1500 കിലോഗ്രാമാണ്. പെൺ ഹിപ്പോയുടെ ഭാരം 1300 കിലോയും. ഇത്രയും ഭാരമുള്ള ഹിപ്പോപ്പൊട്ടാമസ് പറക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? എന്നാൽ ഇവ പറക്കും. പക്ഷെ പക്ഷികളെ പോലെ പറക്കാൻ കഴിയുമെന്നതല്ല ഇതിന്റെ അർത്ഥം. ഹിപ്പോപ്പൊട്ടാമസ് വേഗതയിൽ ഉയർന്നോടുമ്പോൾ അവയ്ക്ക് കുറച്ചു സമയം വായുവിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. യുകെയിലെ റോയൽ വെറ്റിനറി കോളേജിലെ ഗവേഷകരാണ് ഹിപ്പോകളെ കുറിച്ചുള്ള ഈ കൗതുകകരമായ കണ്ടുപിടുത്തം നടത്തിയത്. 15% വരെ അതിവേഗതയിൽ ഓടുമ്പോഴാണ് ഹിപ്പോകൾക്ക് ഇത്തരത്തിൽ പറക്കാനുള്ള കഴിവ് ലഭിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പലതരത്തിലുള്ള ഹിപ്പോപ്പൊട്ടാമസുകളെയാണ് സാധാരണയായി കണ്ടുവരുന്നത്. സാധാരണ ഹിപ്പോപ്പൊട്ടാമസ്, ഹിപ്പോപ്പൊട്ടാമസ് ആംഫിബിയസ്, നൈൽ ഹിപ്പോപ്പൊട്ടാമസ് എന്നിങ്ങനെയാണ് അവയെ വേർതിരിച്ചിട്ടുള്ളത്. ഹിപ്പോപ്പൊട്ടാമസുകളെ അത്ലറ്റിക്കിന്റെ അടിസ്ഥാനത്തിൽ ആനകൾക്കും കണ്ടാമൃഗങ്ങൾക്കും ഇടയിലാണ് നിർണയിച്ചിട്ടുള്ളതെന്ന് പരിണാമ ബയോമെക്കാനിക്സിനെ കുറിച്ചുള്ള പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ജോൺ ഹച്ചിൻസൺ പറഞ്ഞു. അപകടകാരികളാണെന്നതും രാത്രി ശീലങ്ങളും കാരണം ഹിപ്പോയെക്കുറിച്ച് പഠിക്കാൻ അതികഠിനമായ വെല്ലുവിളി നേരിടുന്നതായും ജോൺ ഹച്ചിൻസൺ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ മൃഗങ്ങളിലൊന്നാണ് ഹിപ്പോപ്പൊട്ടാമസ്. പ്രകോപിതരാകുമ്പോൾ ആക്രമിക്കാൻ ഒരു മടിയും കാണിക്കാത്ത മൃഗമാണ് ഹിപ്പോ. ചിലപ്പോഴൊക്കെ പ്രകോപിതരല്ലാത്തപ്പോഴും. എവല്യൂഷണറി ബയോമെക്കാനിക്സ് പ്രൊഫസർ ജോൺ ഹച്ചിൻസണും വെറ്റിനറി വിദ്യാർത്ഥിനി എമിലി പ്രിങ്കലും ചേർന്നാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം നടത്തിയത്. ഫ്ലെമിംഗോ ലാൻഡ് റിസോർട്ടിൽ താമസിപ്പിച്ച ഹിപ്പോകളെ നിരീക്ഷിക്കുകയും അവയുടെ ചലനങ്ങൾ ചിത്രീകരിക്കുകയും ചുറ്റുമുള്ള CCTV വീഡിയോകളിലൂടെ പഠനം നടത്തുകയും ചെയ്തതിലൂടെയാണ് ഹിപ്പോകളുടെ ഇത്തരത്തിലൊരു കഴിവ് ഇവർ കണ്ടുപിടിച്ചത്.